ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു നത്തോലി വറ്റിച്ച കറിയാട്ടോ. നല്ല സ്വാദാണ്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള കറിയല്ലേ. അപ്പോൾ അതധികം വെള്ളമൊന്നും ഇല്ലാത്തൊരു കറിയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം, ചെറുള്ളി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മിക്സിയുടെ ജാറിലിട്ട് മയത്തിൽ അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പുളിവെള്ളവും കൂടെ ചേർത്ത് അരയ്ക്കുക. പുളിവെള്ളം ചേർക്കണമെന്ന് നിർബന്ധമില്ല, അതുള്ളതുകൊണ്ട് ആ വെള്ളം ചേർത്തു എന്നേ ഉള്ളൂ. വെള്ളത്തിൻ്റെ അംശം എപ്പോഴും മീൻകറി കുറച്ച് കുറവായിരിക്കണമല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം. ഈ മയത്തിൽ അരച്ചെടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, ചട്ടിയിൽ മൺചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുള്ളി മീൻകറിക്ക് നന്നായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചെറുള്ളിയാണ് ഇവിടെ യൂസ് ചെയ്യണം. അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇടുക. അതെല്ലാം കൂടെ വഴറ്റി വരുമ്പോൾ ഈ അരച്ച് വെച്ച അരപ്പും കൂടെ എടുത്ത് അതിലേക്ക് ഇടുക. അതിന് ശേഷം എന്ത് ചെയ്യണം, എണ്ണ തെളിഞ്ഞ് വരുന്ന പാകമാണ് എപ്പോഴും നമുക്ക് കറികൾക്കൊക്കെ ടേസ്റ്റ് കൂടുക. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്ന ശേഷം അതിലേക്ക് കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക് നെടുകെ കീറിയത് എല്ലാം കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് നല്ല വഴറ്റി വരുന്ന ശേഷം അതിലേക്ക് കുറച്ച് പുളിവെള്ളം, പുളിയുടെ ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ, കുടംപുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കുടംപുളിയാണ് മീൻകറിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ആ കുടംപുളിയെല്ലാം ഇട്ട് അതിലേക്ക് ഒഴിച്ച് അതും കൂടെ ഒന്നാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പും ഇട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവ മീനും കൂടി ഇട്ട് കൊടുക്കാം. കൊഴുവ മീൻ നല്ല ടേസ്റ്റുള്ളതാണ്, അയൺ കണ്ടൻ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് പതിയെ ചട്ടി മെല്ലെ എടുത്ത് ഇളക്കി കൊടുക്കുക. നമ്മൾ സ്പൂണിട്ട് ഇളക്കരുത്. സ്പൂണിട്ട് ഇളക്കിയാൽ മീൻ ഉടഞ്ഞു പോകുമെന്നാണ് പറയാറ്. അപ്പോൾ ശരിയായിരിക്കാം. അപ്പോൾ എന്തായാലും അതുകൊണ്ട് നമുക്ക് മെല്ലെ ചട്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും പറ്റുന്ന പോലെ ഇളക്കി കൊടുക്കുക. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് ഇടണം കേട്ടോ. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇനി അത് നല്ല ചൂട് ചോറ്, അതുപോലെ തന്നെ ഈ കൊഴുവ പറ്റിച്ചത് അല്ലെങ്കിൽ നത്തൽ വറ്റിച്ച കറി, കുടംപുളിയിട്ട വറ്റിച്ച കറിയും അതിൻ്റെ വറുത്തതും, അതിൻ്റെ കൂടെ ഒരു ചെറിയ അപ്പളോ അല്ലെങ്കിൽ നല്ല ചെത്തുമാങ്ങാക്കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഊണ് നല്ല കുശാലാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ട് മീൻ വറ്റിച്ച കറിയെന്ന് നോക്കണം. കുടംപുളി ഇട്ട് വെക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു സ്വാദ് വരിക. ഇത് നമ്മൾ ഉണ്ടാക്കിയ അപ്പളം, അതാണ് ഞാൻ കാണിച്ചത്. അതിൻ്റെ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിവിടെ തന്നെ ഉണ്ടാക്കിയൊരു അപ്പളമാണ്. അപ്പോൾ താങ്ക് യു.